നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമാണോ? ശരിക്കും ഈ ഹിറ്റ് ലിസ്റ്റ് ആണോ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം? അല്ല എന്നാണ് ഉത്തരം. കഴിഞ്ഞ 24 മണിക്കൂറുകളായി നമ്മളുടെ ദേശീയ മാധ്യമങ്ങളിലും അതേപോലെ സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത പ്രസ്ഥാനത്തിൻ്റെ ഒരു ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച്. 1000-ഓളം ആൾക്കാരാണ് ആ ഹിറ്റ് ലിസ്റ്റിലുള്ളതായി പറയുന്നത്. 977 എന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത്. ഈ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ എല്ലാം കൊല്ലാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള നിലയിലാണ് ചർച്ചകൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ NIA കോടതിയിൽ തന്നെ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിറ്റ് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ വാർത്തയിലേക്ക് വന്നതും എന്ന് നമുക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഹിറ്റ് ലിസ്റ്റിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ട, ശ്രദ്ധ കൊടുക്കേണ്ട മറ്റൊരു വിഷയത്തിൽ നിന്ന് നമ്മളുടെ ഫോക്കസ് യഥാർത്ഥത്തിൽ മാറിപ്പോവുകയല്ലേ ചെയ്തത് എന്നാണ് എൻ്റെ സംശയം. ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. കാരണം ഈ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്നെടുക്കുക. എന്തുകൊണ്ടാണ് NIA ഹിറ്റ് ലിസ്റ്റിൻ്റെ കാര്യം അവരുടെ റിപ്പോർട്ടിൽ, കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ ഹിറ്റ് ലിസ്റ്റിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് അവർ പറയാനുണ്ടായ കാരണം ഇത്ര വിപുലമായ പ്ലാനിങ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം ഭാരതത്തിനെതിരെ, ഭാരതത്തിലെ ജനാധിപത്യത്തിനും ഇവിടുത്തെ സമൂഹത്തിനുമെതിരെ അവർ നടത്തിയിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാനും ഇത്ര വിപുലമായ ഒരു നെറ്റ്വർക്ക് ഇവർക്കുണ്ട് എന്ന് ഉറപ്പിച്ച് കാണിക്കാനും വേണ്ടി മാത്രമാണ് ആ ഹിറ്റ് ലിസ്റ്റ് അവിടെ കൊടുത്തത്. അല്ലാതെ അതിനപ്പുറം ആ ഹിറ്റ് ലിസ്റ്റിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയത്. അത് മറ്റൊന്നുമല്ല, 2047 ഗസ്വേ ഹിന്ദിനെ കുറിച്ചുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിശ്വാസവും അതിനുള്ള തയ്യാറെടുപ്പുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാം. ഏത് സംഘടനയ്ക്കും, ഇതുപോലെ തീവ്രവാദി സ്വഭാവമുള്ള ഏത് സംഘടനയ്ക്കും അവരവരുടെ സംസ്ഥാന ഘടകത്തിന് 10, 300, 400 പേരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് 1000-ഓ 1500-ഓ പേരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഈ ഹിറ്റ് ലിസ്റ്റുള്ളവരെ എല്ലാം ഓടിപ്പോയി കൊല്ലാനൊന്നും പോകുന്നില്ല എന്ന് ഇത് ഉണ്ടാക്കുന്നവർക്കും അറിയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം 1000 പേരെയൊക്കെ കൊല്ലുക, ഹിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിറിയയും അഫ്ഗാനിസ്ഥാനും ഒന്നുമല്ല, ഇത് ഭാരതമാണ്. അതുകൊണ്ട് 2 പേരെയോ അല്ലെങ്കിൽ 3 പേരെയോ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ നടപടിയെടുക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ നടപടിയെടുത്തത് നമ്മൾ കാണുകയും ചെയ്തതാണ് 3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതല്ല വിഷയം. യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭാരതത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ച 2047 ഇസ്ലാമിക രാജ്യമാണ്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ തമാശയായിട്ട് തോന്നാം, അല്ലെങ്കിൽ ആരുടെയോ ഒരു വിചിത്രമായ ഭ്രാന്തമായ ഒരു സ്വപ്നമായിട്ടോ വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി തള്ളാം. പക്ഷേ പോപ്പുലർ ഫ്രണ്ടും അവരെ സപ്പോർട്ട് ചെയ്തവരും, അത് രാജ്യത്തിനുള്ളിലും രാജ്യത്തിന് പുറത്തുള്ളവർക്കും ഇതൊരു തമാശയേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച വിശ്വാസമാണ് ഭാരതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നുള്ളത്. അതിനുവേണ്ടി ഏറ്റവും അനുയോജ്യമായ സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് എന്ന വിശ്വാസത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തവർ കുറച്ചൊന്നുമല്ല. അതിൽ വിദേശ രാജ്യങ്ങളുണ്ട്, വിദേശ ഏജൻസികളുണ്ട്, തീവ്രവാദി സംഘടനകളുണ്ട്, ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ പല ആൾക്കാരും PFIയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഹിറ്റ് ലിസ്റ്റിൻ്റെ പേരിൽ ചർച്ചകൾ കൊഴുപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാതലായ ഇത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്നാണ് എൻ്റെ പരാതി. ശരിക്കും എന്താണ് ഗസ്വേ ഹിന്ദ് എന്ന് പറയുന്നത്? ഗസ്വേ ഹിന്ദ് എന്ന് പറയുന്ന ആത്യന്തികമായ ഇസ്ലാമിക ഭരണമാണ്. അത് ഭാരതത്തെ ഗസ്വേ ഹിന്ദ് എന്ന് പറയുന്നതിലെ ഹിന്ദ് ഭാരതം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാരതമാണ് ഈ മേഖലയിൽ ഇസ്ലാമിക ഭരണത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന രാജ്യം. അതുകൊണ്ട് ഭാരതത്തെ ഇസ്ലാമിക ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ആത്യന്തിക ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവരാണ് ഈ കൂട്ടരെല്ലാവരും തന്നെ. അവരുടെ ഉള്ളിൽ പല ഷെയ്ഡുകളിൽ, പല രീതികളിൽ, അല്ലെങ്കിൽ പല ഭാവനകളിൽ ഉള്ളത് ഈ ഗസ്വേ ഹിന്ദ് എന്നുള്ള ഈ ഒരു ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണ്. അതിൽ ഭീകര സംഘടനകൾ മാത്രമല്ല ഉള്ളത്. ഇന്ന് രാജ്യത്ത് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പലരുടെയും സ്വപ്നത്തിലും ഈ ഗസ്വേ ഹിന്ദ് ഉണ്ട്. ഇനി പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഗസ്വേ ഹിന്ദിന് 2047 എന്നൊരു കാലഗണന, അല്ലെങ്കിൽ അതിനങ്ങനെ ഒരു അൾട്ടിമേറ്റം അവർ കൊടുത്തത് എന്തുകൊണ്ടാണ്? അവർ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം
വരേണ്ടത് മുസ്ലിങ്ങളുടെ കയ്യിലേക്കായിരുന്നു എന്ന് തന്നെയാണ്. അവരുടെ ക്ലാസ്സുകളിൽ അവർ കൃത്യമായി സാധാരണക്കാരായ ചെറുപ്പക്കാരെ, തലയ്ക്കകത്തൊന്നുമില്ലാത്ത ആൾക്കാരെ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. ശരിക്കും 1000 വർഷങ്ങളായി ഭാരതത്തെ ഭരിക്കുന്നത്, ഈ ഉപഭൂഖണ്ഡം ഭരിക്കുന്നത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാരാണ് അധികാരം പിടിച്ചെടുത്തത്. ആ അധികാരം ഇട്ടേച്ച് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ നാച്ചുറലായി ആ അധികാരം തങ്ങളിലേക്കായിരുന്നു വരേണ്ടത്. പക്ഷേ തങ്ങളെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നൽകി ഒതുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഭരണം തങ്ങളിലേക്ക് വരേണ്ടത് ന്യായമാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും സ്വന്തം അണികളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൽ തീവ്രവാദം പറയുന്ന, ഇന്ത്യ വിരുദ്ധത പറയുന്ന സാധാരണ ഇസ്ലാമിക തീവ്രവാദി സംഘടനകളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ട് വ്യത്യസ്തമാകുന്നത്. അവർക്ക് കൃത്യമായി ഇതിനുവേണ്ടി ഒരു കർമ്മ പദ്ധതി ഉണ്ടായിരുന്നു. 2047 ആകുമ്പോഴേക്കും ഭാരതത്തിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നുള്ള ആ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു. അവർ ആ പദ്ധതിയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് ഒരു പത്രസമ്മേളനത്തിൽ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് ഈ നിരോധനത്തിന് മുമ്പ് വളരെ ആയാസരഹിതമായി, വളരെ ലളിതമായിട്ടാണ് അയാൾ പറഞ്ഞത്, 2 MP മാത്രമുണ്ടായിരുന്ന BJPക്ക് ഭാരതത്തിൽ ഭരണത്തിൽ വരാമെങ്കിൽ എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് 2047 ആകുമ്പോഴേക്കും ഭാരതത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തിക്കൂടാ എന്നുള്ള വളരെ ലളിതവൽക്കരിക്കപ്പെട്ട ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ അത്ര ലളിതമല്ല കാര്യമെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ബുദ്ധിമാന്മാർ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു കർമ്മ പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ആ പദ്ധതിക്കായി അവർ വ്യാപകമായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു. ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള രാജ്യത്തിനുള്ളിലുള്ള വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിനുവേണ്ടി പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനുവേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇവർ നടത്തിയിരുന്നു. എന്നു മാത്രമല്ല, ആഗോള തലത്തിലുള്ള ചില തീവ്രവാദി സംഘടനകളുടെ സപ്പോർട്ടും ഇവർക്ക് ഈ പദ്ധതിക്ക് വേണ്ടി ലഭിച്ചിരുന്നു. അവരെയും ഇവർ പറഞ്ഞു വിശ്വസിപ്പിച്ചത് 2047 ആകുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലാകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒക്ടോബർ 20, 2018 പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2 നേതാക്കന്മാരായ അബ്ദുർ റഹ്മാനും പി കോയയ്ക്കും, 2 പേരും ഇപ്പോൾ തിഹാർ ജയിലിലുണ്ട്. ഈ 2 പേർക്കും തുർക്കിയുടെ ക്യാപിറ്റലായ, തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ വലിയ സ്വീകരണം ഏർപ്പാട് ചെയ്തത്. അവിടെ വലിയ ചർച്ചകൾ നടന്നു. ആരുമായിട്ടാണെന്നറിയാമോ? IHH എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട്. ഈ സംഘടന ഒരു ഇസ്ലാമിക സന്നദ്ധ സംഘടനയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സിറിയയിലെയും ലിബിയയിലെയും തീവ്രവാദികൾക്ക് ആയുധം എത്തിച്ചു കൊടുക്കുന്നു എന്ന പേരിൽ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ IHH എന്ന് പറയുന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം തുർക്കിയുടെ എർദോഗൻ സർക്കാരുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അവരുടെ ഇൻ്റലിജൻസിൻ്റെ, തുർക്കിയുടെ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഈ IHH എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അവർ പുറമേ ഞങ്ങൾ മനുഷ്യാവകാശ സംഘടനയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റോക്ക്ഹോം ആസ്ഥാനമാക്കിയിട്ടുള്ള നോർഡിക് മോണിറ്റർ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ലോകത്തെമ്പാടും നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് നോർഡിക് മോണിറ്റർ. നോർഡിക് മോണിറ്ററിൻ്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ നേതാക്കൾ, IHHൻ്റെ നേതാക്കന്മാരെ ഇസ്താംബൂളിൽ പോയി കണ്ടതും ചർച്ച നടത്തിയതും ഭാരതത്തിനുള്ളിൽ ഒരു കലാപം അഴിച്ചുവിടാനും ഭാരതത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണ് എന്നും പറയുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇത്. എന്നു മാത്രമല്ല, ഈ 2 നേതാക്കന്മാരും ഇസ്താംബൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് തുർക്കിയുടെ ഔദ്യോഗിക മീഡിയ, അതിൻ്റെ പേര് അനഡോളു എന്നോ മറ്റോ ആണ്, അവർ ഈ പറയുന്ന PFI നേതാക്കന്മാരെ അവിടെ പരിചയപ്പെടുത്തിയത് ഭാരതത്തിൽ വലിയ തോതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പീഡനം നേരിടുന്ന 2 സോഷ്യൽ വർക്കേഴ്സായിട്ടാണ്. 2 സാമൂഹിക പരിഷ്കർത്താക്കളാണ്. അവർ ഭാരതത്തിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും പോലീസിൻ്റെ കയ്യിൽ നിന്നും വലിയ തോതിലുള്ള ഭീഷണിയും എതിർപ്പും നേരിടുന്ന
രണ്ട് വ്യക്തികൾ എന്ന നിലയിലാണ്, ഇസ്ലാമിക പ്രവർത്തകർ എന്ന നിലയിലാണ് തുർക്കിയുടെ ഔദ്യോഗിക ജിഹ്വ ഇവരെ അവതരിപ്പിച്ചതും. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. IHHനെ കാണുന്നു, അവരുടെ അതിഥികളായി ഇസ്തംബൂളിൽ താമസിക്കുന്നു, അവരുമായി ചർച്ച നടത്തുന്നു. IHH ആകട്ടെ ലോകത്തെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്ക് വേണ്ടി ആയുധം സപ്ലൈ ചെയ്യുന്നതിൽ കരാർ ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഘടനയുമാണ്. അപ്പോൾ എന്തിനാണ് ഇന്ത്യയിൽ നിന്ന്, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ രണ്ട് വ്യക്തികൾ ഇസ്താംബൂൾ വരെ പോയി ഇത്തരം ആൾക്കാരോട് സംസാരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പരിശീലനം, പണം, റിക്രൂട്ട്മെൻറ്റ്, ഇവർക്ക് മറ്റ് ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം, അൽ-ഖ്വയ്ദ, IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഹിറ്റ് ലിസ്റ്റിലേക്ക് നമ്മളുടെ ചർച്ച ഒതുക്കുമ്പോൾ യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിരോധിത പ്രസ്ഥാനം ഭാരതത്തിന് എത്ര വലിയ ഭീഷണിയായിരുന്നു എന്നുള്ള ചർച്ച ഇല്ലാതെ പോവുകയാണ്. ഇനി ഇതിനോടൊപ്പം ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. NIA ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, അത് തുർക്കിയുമായിട്ട് മാത്രമല്ല ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ബന്ധം വെച്ചിരുന്നത് എന്നുള്ളതാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തുൽ മുജാഹിദീൻ JMB എന്ന് പറയുന്ന സംഘടനയുമായി, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനുമായി, അതേപോലെ ഇന്ത്യൻ മുജാഹിദീനുമായി ഒക്കെ PFIക്ക് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് NIA കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൽ ഒരു വലിയ സംഘർഷമുണ്ടാക്കാനും ഒരു വലിയ ശ്രമം ഉണ്ടാക്കാനും, അരാജകത്വത്തിനുള്ള ഒരു ശ്രമം ഉണ്ടാക്കാനുമുള്ള ഒരു കർമ്മ പദ്ധതിയായിരുന്നു PFIയുടെ കയ്യിലുണ്ടായിരുന്നത്. അത് വെറും ഒരു ഹിറ്റ് ലിസ്റ്റിൻ്റെ ചർച്ചയിലേക്ക് മാത്രം നമ്മൾ ഒതുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഭാരതം കണ്ട ഏറ്റവും വലിയ അപകടകാരിയായ ഭീകര സംഘടന തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. ഇനി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം പല പേരുകളിൽ വന്നതിലെ ഏറ്റവും അവസാനത്തെ പേര് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ഇതിനു മുമ്പ് ഇവിടെ വന്നു പോയ സംഘടനകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയെ നിരോധിച്ചുകൊണ്ടോ ആ സംഘടനയുടെ കുറേ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയത് കൊണ്ടോ മാത്രം തീരുന്നതല്ല ഈ പ്രശ്നം. സമഗ്രമായ ഒരു അന്വേഷണം, ആ സമഗ്രമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഘടകങ്ങളിലും കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതെല്ലാത്തിനും തടയിടാൻ വേണ്ടി തന്നെയായിരിക്കണം NIA ഈ കേസ് അന്വേഷിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ശരിക്കും പോപ്പുലർ ഫ്രണ്ടിനെ ഈ 2022 നിരോധിച്ചില്ലായിരുന്നെങ്കിൽ 2047 ഇവർക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമായിരുന്നോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഭാരതത്തിൻ്റെ വിപുലമായ സംവിധാനവും, ഭാരതത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള ജനാധിപത്യ സംസ്കാരവും, ഭാരതത്തിലെ ഹിന്ദു ഭൂരിപക്ഷവും ഒക്കെ ഇവർക്ക് വലിയ തടസ്സമാകുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഭാരതത്തിൽ ആകമാനം വലിയ തോതിൽ കലാപങ്ങൾ അഴിച്ചുവിടാനും നഗരങ്ങളും ഗ്രാമങ്ങളും കത്തിയെരിയാനും ഭാരതത്തിൽ ആകെ അരാജകത്വമാണെന്ന് ലോകത്തിലെമ്പാടും ഒരു പ്രതീതി ഉണ്ടാക്കാനും അതുവഴി ഭാരതത്തിൻ്റെ വികസനത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താനുമൊക്കെ പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു സംഘടന വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിലൂടെ രാജ്യത്തിന് മുമ്പിൽ ഇല്ലാതായത്. പക്ഷേ അതുകൊണ്ട് വെല്ലുവിളികൾ അവസാനിക്കുന്നില്ല. രാജ്യത്ത് ഒരു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കാൻ സന്നദ്ധരായ നിരവധി ആൾക്കാർ ഇപ്പോഴും പല പേരുകളിൽ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ജനസ്വീകാര്യത ലഭിക്കാതിരിക്കാനും അവർക്ക് വേണ്ട പണവും മറ്റ് സപ്പോർട്ടും ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ലഭിക്കാതിരിക്കാനുമുള്ള ജാഗ്രതയാണ് ഈ രാജ്യത്തുള്ള ഓരോരുത്തരും ഇപ്പോൾ പുലർത്തേണ്ടത്. നമസ്കാരം.